നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉച്ചവരെ കേരളത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ചരിത്ര മുഹൂർത്തം പിറന്ന നിമിഷങ്ങളായിരുന്നു. അതായത് ഏറ്റവും വലിയൊരു കപ്പൽ ഐറീന അത് വിഴിഞ്ഞത്ത് നങ്കൂരം ഇടുന്നു. അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു ചരിത്ര നിമിഷം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ആ ഒരു ഘട്ടത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ ഈ നടുകടലിൽ കപ്പൽ കത്തിയ വാർത്ത നമ്മൾ അറിയുന്നത്. അതിൻ്റെ ആഘാതം ഇതുവരെയും തീർന്നിട്ടില്ല. ഇതുവരെയും ആ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ കപ്പൽ ഇപ്പോൾ 15 ഡിഗ്രി വരെ ചരിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ചരിയുന്നത് തീർത്തും അപകടകരമാണ്. കാരണം ഈ കണ്ടെയ്നറുകളെല്ലാം കടലിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടാകും. എന്തായാലും അറബിക്കടലിൽ വെച്ച് തീപിടിച്ച വാൻഹായി 503 കപ്പൽ 15 ഡിഗ്രി വരെ ചരിഞ്ഞു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, കപ്പലിൽ നിന്നും കട്ടിയേറിയ കറുത്ത പുക ഉയരുന്നുണ്ട്. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് യോഗം വിളിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ, നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റ് കേന്ദ്ര ഏജൻസികൾ, കേരള മാരിടൈം ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. അഴീക്കലിന് 44 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം തീപിടിച്ച വാൻഹായി 503 കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് നിർണായക യോഗം വിളിച്ചിരിക്കുന്നത്. അതേസമയം ഈ അപകടത്തിൽ പരിക്കേറ്റ് മംഗളൂരിൽ ചികിത്സയിൽ കഴിയുന്ന 2 ജീവനക്കാരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവർക്ക് ശ്വാസനാളിക്കും ശ്വാസകോശത്തിനും ഉൾപ്പെടെ പൊള്ളലേറ്റുവെന്നും മംഗളൂരിലെ AJ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. പൊള്ളലേറ്റ 6 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേർ ചൈനക്കാരും 2 മ്യാൻമാർ പൗരന്മാരും 1 ഇന്തോനേഷ്യ പൗരനുമാണ് ഉള്ളത്. മാത്രമല്ല, പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട 12 പേരെ നഗരത്തിലെ ഹോട്ടലിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. കപ്പലുണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 18 പേരെയും രാത്രിയോടെ INS സൂറത്ത് അപകട പ്രദേശത്ത് നിന്നും ഒഴിപ്പിച്ചിരുന്നു. ഇന്നലെ രാവിലെ പടർന്ന തീ അണയ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഹൈ പ്രഷർ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് തീ നിയന്ത്രിക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് പ്രതിരോധ സേനാ വക്താവ് അതുൽ പിള്ള പ്രതികരിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ സജ്ജേത്, സമുദ്രപ്രഹരി തുടങ്ങിയവ രാത്രി മുഴുവൻ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും വിജയം കണ്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. രാവിലെ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ സമർത്ത് എന്ന കപ്പലും നാവികസേന കപ്പലായ INS സത്ലജും സ്ഥലത്തുണ്ട്. കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ അടക്കം ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കപ്പൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തമാകുന്നതിനിടയിലാണ് ഇത് 15 ഡിഗ്രിയോളം ചരിഞ്ഞു എന്ന വാർത്ത കൂടി വരുന്നത്. കൊളംബോ തുറമുഖത്ത് നിന്ന് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ പതാക പേറുന്ന കപ്പലാണിത്. കഴിഞ്ഞ ദിവസമൊക്കെ കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തീരത്തോട് അടുക്കാതിരിക്കാൻ ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുങ്ങും എന്ന സാഹചര്യത്തിലായിരുന്നു. എന്തായാലും മുങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ മുങ്ങിയാൽ ഈ കണ്ടെയ്നറിലെ എണ്ണയും രാസവസ്തുക്കളും കടലിൽ പടരും. ഈ പടരുന്നത് തടയാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേക്ക് 14.6 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിക്കിടക്കുന്ന MSC എൽസ 3 കപ്പൽ എണ്ണയും മറ്റും നീക്കുന്നതിന് സമുദ്രപ്രഹരി കപ്പൽ ഉപയോഗിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ചരിത്ര നിമിഷം പിറന്ന ദിവസമായിരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഒന്നായ MSC ഐറീന തുറമുഖം ബർത്തിൽ നങ്കൂരമിട്ട ദിവസം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലായിരുന്നു ഐറീന. ഇതിൻ്റെ എല്ലാ സന്തോഷം, അഭിമാനമൊക്കെ പേറി നിന്ന നമുക്ക് മുന്നിലേക്കാണ് ഇത്തരത്തിൽ നടുകടലിൽ മറ്റൊരു കപ്പൽ കത്തി അമരുന്നു അല്ലെങ്കിൽ കത്തുന്നു എന്ന വാർത്ത വന്നത്. 16,000 കണ്ടെയ്നറുകളാണ് ഐറീനയ്ക്കുള്ളത്. 3,000 മുതൽ 5,000 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കുമെന്നാണ് സൂചന. സിംഗപ്പൂരിൽ നിന്നെത്തിയ കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരണം ഒരുക്കിയത്. ടഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിലായിരുന്നു കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിച്ചത്. മറ്റ് ഡെസ്റ്റിനേഷൻ തുറമുഖങ്ങളൊന്നും ഈ കപ്പൽ ഇതുവരെ നങ്കൂരം ഇട്ടിട്ടില്ല എന്നതും വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കിയിരുന്നു. ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ അഭിമാനിക്കുന്നതായും ആദ്യമായാണ് വിഴിഞ്ഞത്ത് എത്തുന്നതെന്നും കപ്പലിനെ നിയന്ത്രിക്കുന്ന മലയാളി ക്യാപ്റ്റൻ വില്ലി ആന്റണി പ്രതികരിച്ചിരുന്നു. കപ്പൽ 2 ദിവസം ഇവിടെ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ലോകത്തെ വമ്പൻ ചരക്ക് കപ്പലിന്റെ കപ്പിത്താനായും ആ കപ്പലിനെ ഇവിടെ അടുപ്പിക്കാനും അവസരം കിട്ടിയത് മലയാളി എന്ന നിലയിൽ അഭിമാനത്തിന് പുറമെ ഭാഗ്യം കൂടിയാണ് എന്ന് ക്യാപ്റ്റൻ വില്ലി ആന്റണി പ്രതികരിച്ചിരുന്നു. അറബിക്കടലിൽ തീ ആളിക്കത്തുന്ന വാൻഹായി 503 കേരള തീരത്ത് ഉയർത്തുന്നത് വലിയ പാരിസ്ഥിതിക ദുരന്ത ഭീതിയാണ്. കപ്പലിലെ തീ നിയന്ത്രണാതീതമായതും ഉള്ളിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളാണെന്നതും കടൽ തീര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. തീ അണയ്ക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ നാവികസേനയുടെ ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങും.
അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ അപകടങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ സംഭവിച്ചാൽ എണ്ണ ചോരാനും കടലിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ കലരാനും സാധ്യതയേറെയാണ്. 3 ആഴ്ച മുമ്പ് ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് സമീപം കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിലെ അപകടകരമായ കണ്ടെയ്നറുകളും ഇന്ധനവും സുരക്ഷിതമായി നീക്കുന്നതിനുള്ള ശ്രമം തുടങ്ങിയ ദിവസം തന്നെ വീണ്ടും ഒരു കപ്പൽ അപകടം ഉണ്ടായത് സങ്കീർണമാക്കുന്നു. പ്രത്യേകിച്ച് ഇതിലൊരു ദുരൂഹത ഉണ്ടോ എന്ന സംശയമൊക്കെ ശക്തമാവുന്നുണ്ട്. എന്തുകൊണ്ട് കേരള തീരത്ത് ഈ കപ്പലുകൾ ഇത്തരത്തിൽ അപകടത്തിൽ പെടുന്നു, കണ്ടെയ്നറുകൾ മുങ്ങുന്നു? ഈ സാഹചര്യം ഉണ്ടാകുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും ഒരു ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ശക്തമാവുന്നത്. കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് കണ്ടെയ്നറുകളിലെ തീ പിടിക്കുന്ന രാസവസ്തുക്കളാണ്. കണ്ടെയ്നറുകൾ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അഗ്നിരക്ഷാ പ്രവർത്തനം നടത്താൻ കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും അത് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. കപ്പലിന്റെ എല്ലാ ഭാഗത്തും തീ പടർന്നിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിരുന്നു. അന്തരീക്ഷ വായുവുമായി കലർന്നാൽ എളുപ്പത്തിൽ തീ പിടിക്കുന്ന രാസവസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നതല്ലാതെ ഏത് രാസവസ്തുക്കളാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇത് കണ്ടെത്തിയാൽ മാത്രമേ ഈ രാസവസ്തുക്കൾ എത്രത്തോളം പരിസ്ഥിതിയെ ബാധിക്കൂ എന്ന കാര്യം വിലയിരുത്താനാകും. ഇപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സങ്കീർണത, നേരത്തെ മുങ്ങിയ MSC എൽസ 3 അപകടകരമായ കുറച്ച് കണ്ടെയ്നറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം കത്തിയ വാൻഹയിൽ ഭൂരിഭാഗം കണ്ടെയ്നറുകളും വളരെ അപകടകരമായ ഗണത്തിൽപ്പെടുന്നവയാണ് എന്നാണ് വിവരം. അതാണ് ഏറ്റവും വലിയ ആശങ്ക തീർക്കുന്നത്. ഈ കപ്പൽ മുങ്ങുകയാണെങ്കിൽ എണ്ണ നീക്കാൻ സൗകര്യമുള്ള ISTGS സമുദ്രപ്രഹരിക്ക് പുറമെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ സാൽവേജ് കമ്പനിയെ നിയോഗിക്കാൻ കപ്പൽ കമ്പനിയോട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. കപ്പൽ കമ്പനി നിയോഗിച്ച ഡച്ച് കമ്പനിയായ സ്മിത്ത് സാൽവേജിന്റെ സംഘം വൈകാതെ സ്ഥലത്തെത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സാഹചര്യങ്ങൾ ഇത്തരത്തിലാണ് ആയിരിക്കുന്നത്. എന്തായാലും ഇത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും തീവ്രമായ ശ്രമമാണ് നടക്കുന്നത്. വെല്ലുവിളികൾ ഒരുപാടുണ്ട്, തടസ്സങ്ങൾ ഒരുപാടുണ്ട്. അതിനിടയിലും അതിനെല്ലാം അതിജീവിച്ച് മറ്റ് അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്നുണ്ട് അധികൃതർ. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ കിട്ടും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.